എല്ലാ അറിവോടും കൂടിയ എല്ലാ സൗകര്യങ്ങളിലും പഠിക്കുന്ന, എന്നാൽ ഏറ്റവും കുറഞ്ഞ ഫീസിലും പഠിക്കുന്ന, യൂറോപ്യൻ യൂണിയൻ്റെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്താവുന്ന, പോയി ജോലി ചെയ്യാൻ എൻട്രൻസ് എക്സാം ഒന്നും ഇല്ലാത്ത പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് വ്യക്തിപരമായി കൂടി പരിചയമുള്ള നമ്മുടെ കുട്ടികളുടെ സമഗ്രവും ഭദ്രവുമായിട്ടുള്ള ഭാവിക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞപ്പോൾ അതൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കണമെന്ന് കരുതുകയാണ്. ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾ, നീറ്റ് എക്സാമിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം വന്നു. അതിൻ്റെ റിസൾട്ട് നോക്കി നിരാശപ്പെട്ടവരും സന്തോഷിക്കുന്നവരും അഡ്മിഷൻ കിട്ടിയവരും കിട്ടുമോ എന്ന സംശയത്തിൽ നിൽക്കുന്നവരും ഒരുപാട് പേരുണ്ടാകും. മറ്റേതെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റികളിൽ പോയി മെഡിക്കൽ വിദ്യാഭ്യാസം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് എത്രയോ വർഷങ്ങളായി നിൽക്കുന്ന ആളുകളുണ്ട്, പാരൻസ് ഉണ്ട്. അവർക്കൊക്കെ ഞങ്ങളുടെ അനുഭവത്തിൽ വന്നൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ +2 കഴിഞ്ഞ് നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഡിഗ്രി, സയൻസിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്നവർക്ക് അവരുടെ ഉള്ളിലെ ആഗ്രഹമാണ് ഒരു ഡോക്ടർ ആവുക എന്നുള്ളത്. അത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ഡോക്ടറായി മാറുക എന്ന് വെച്ചാൽ ലോകം മുഴുവനും അവർക്ക് കിട്ടുന്ന പദവി കൂടുതലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു സാധാരണ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മലയാളി കുട്ടിക്ക് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം, മെഡിക്കൽ വിദ്യാഭ്യാസം എങ്ങനെ നേടാം എന്നാലോചിച്ചുകൊണ്ടിരിക്കവേ, ഒരുപാട് യൂണിവേഴ്സിറ്റികളുടെ പരസ്യങ്ങൾ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കവേ, ഞങ്ങളുടെ ഉത്തരവാദിത്തമുള്ള പ്രേക്ഷകർ, രക്ഷകർത്താക്കൾ, അതുപോലെ കുട്ടികൾ ഞങ്ങളോട് ചോദിച്ച ചില കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ പറയാൻ പോകുന്നത്, നമ്മുടെ നാട്ടിൽ നിന്നും ഈ UAE-യിൽ നിന്നും നിരവധി കുട്ടികൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ആ മേഖലയിൽപ്പെട്ട ഷെങ്കൻ പട്ടികയിൽ വരുന്ന, നാറ്റോ സഖ്യത്തിൽ വരുന്ന ബൾഗേറിയ എന്ന രാജ്യത്തെ പ്ലവൻ എന്ന യൂണിവേഴ്സിറ്റി, ഗൂഗിൾ ചെയ്ത് നോക്കൂ, പ്ലവൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രായം തന്നെ ഏതാണ്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ടല്ല, അരനൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവിടെ പഠിക്കുന്ന കൂടുതൽ കുട്ടികളെന്ന് പറയുന്നത് ബ്രിട്ടനിൽ നിന്ന്, UK, ഇറ്റലിയിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും അത് ഓപ്പണാക്കി കൊടുക്കുകയും അവിടെ പഠിച്ച കുട്ടികൾ ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ, ഷെങ്കൻ, നാറ്റോ രാജ്യങ്ങളിൽ വേറെ എൻട്രൻസ് ഒന്നും എഴുതാതെ, ഇപ്പോൾ ഇറ്റലി പോയി ജോലി ചെയ്യണമെങ്കിൽ ഇറ്റാലിയൻ ഭാഷ പഠിച്ചാൽ മതി, ജർമ്മനി പോകണമെങ്കിൽ അത് പഠിച്ചാൽ മതി. അപ്പോൾ അവിടത്തേക്കുള്ള സെപ്പറേറ്റ് എക്സാംസ് ഒന്നും, എൻട്രൻസ് എക്സാം ഒന്നും വേറെ ഇല്ല. ഇവിടെ പാസ്സായാൽ അങ്ങനെയാണ്. മറ്റു സാധാരണ നമ്മൾ പല യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചിട്ട് നാട്ടിൽ വരുമ്പോൾ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇന്ത്യയുടെ സിസ്റ്റം, യൂറോപ്യൻ യൂണിയൻ്റെ സിസ്റ്റം, അമേരിക്കയുടെ സിസ്റ്റം, ഇതെല്ലാം പാലിച്ചുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ, പ്രോപ്പറായിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽപ്പെട്ട മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയാണിത് ഈ പ്ലവൻ. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള കുട്ടികൾക്ക് ഇവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ക്രൈറ്റീരിയ? നിർബന്ധമായും നീറ്റ് എക്സാം എഴുതിയിരിക്കണം. പക്ഷേ UAE-യിൽ പഠിക്കുന്ന കുട്ടികൾക്കാവുമ്പോൾ പല കുട്ടികളും നീറ്റ് എക്സാം എഴുതാറില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതെങ്ങനെയെങ്കിലും ഏതെങ്കിലും യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കൊടുക്കുന്ന പോലെ പ്ലവൻ യൂണിവേഴ്സിറ്റി, മെഡിക്കൽ യൂണിവേഴ്സിറ്റി കൊടുക്കാറില്ല. ഒരു മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്ന 62% മാർക്ക് +2-ന് ഉണ്ടെങ്കിലേ പറ്റൂ, പ്രത്യേകിച്ച് ബയോളജിക്കും കെമിസ്ട്രിക്കും. അപ്പോൾ ഇവിടെ പഠിച്ചൊരു കുട്ടിക്ക് ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഈ 62% മാർക്കുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവിടെ എൻട്രി ഉണ്ട്? പോരാ, അവർക്ക് ഈ കോളേജിനൊരു എൻട്രൻസ് എക്സാം ഉണ്ട്. നീറ്റിന് പകരമുള്ള അവരുടെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. താരതമ്യേന ലളിതമാണ്. അത്യാവശ്യം ബേസിക് നോളജ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയുള്ളൊരു എൻട്രൻസ് എക്സാമാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള കുട്ടികൾക്ക് നിർബന്ധമായും നീറ്റ് എക്സാം എഴുതണം. പക്ഷെ അവർക്ക് അവിടുത്തെ എൻട്രൻസ് എഴുതേണ്ടി വരുമോ? എല്ലാവർക്കും ഈ പ്ലവൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം എഴുതേണ്ടി വരും. അത് മസ്റ്റാണ്. അങ്ങനെയുള്ള കുട്ടികൾ. പിന്നെ അവിടുത്തെ ഞങ്ങൾ മനസ്സിലാക്കിയ, ഞങ്ങളിവിടെ ഞങ്ങളുടെ പ്രേക്ഷകരായിട്ട് നിന്നിരിക്കുന്ന പല പാരൻസിൻ്റെയും മക്കൾ അവിടെ പഠിക്കുന്നു. എൻ്റെ തന്നെ വളരെ പേഴ്സണലായിട്ടുള്ള ഫ്രണ്ടിൻ്റെ മകൻ അവിടെ പഠിക്കാൻ പോയതിനു ശേഷമാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പം നാട്ടിൽ ഇപ്പം നീറ്റ് എക്സാം എന്ന് പറഞ്ഞല്ലോ, അത് എഴുതി ജയിച്ചവർക്കാണോ ജയിക്കാത്തവർക്കാണോ? നീറ്റ് എക്സാമിലും ഒരു മിനിമം, ബേസിക് മിനിമം ഉണ്ട്. പക്ഷെ അത്തരം പ്രൊസീജിയറുകളൊക്കെ അവർ വിളിച്ചിട്ട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ രസകരമായൊരു സംഗതി, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആൾ ബൾഗേറിയയിൽ നിന്ന് ഞങ്ങളെ വിളിച്ച് പറഞ്ഞ കാര്യം, ഒരുപാട് മലയാളികൾക്ക് ഇപ്പോഴും ഈ ബൾഗേറിയയിൽ ഇങ്ങനെയുള്ള ഇത്രയും മഹത്തരമായ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. അവിടെ ഒരു 15 കുട്ടികൾക്ക് ഒരു കെഡാവർ, ഒരു ശരീരം പഠിക്കാൻ കൊടുക്കുന്ന രൂപത്തിൽ എത്ര യൂണിവേഴ്സിറ്റികളിൽ ലോകത്തുണ്ട്. പിന്നെ UAE-യിൽ നമ്മളൊരു ഡിഗ്രി, സാധാരണ കൊമേഴ്സ് ഡിഗ്രി ഉണ്ടല്ലോ, ഒരു ബിസിനസ് ഡിഗ്രി, ഒരു BBA പഠിക്കാൻ പോകുമ്പോൾ ഒരു വർഷം ഒരു കോളേജിൽ കൊടുക്കുന്ന ഫീസിൻ്റെ ഏതാണ്ട് പകുതിയോളമേ ഈ യൂണിവേഴ്സിറ്റിയിലുള്ളൂ. ഇതൊരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട്
അവരുടെ തന്നെ ഗ്രാൻറ്റും ആനുകൂല്യങ്ങളും ഡിസ്കൗണ്ടും ഉണ്ട് എന്നുള്ള കാര്യം പല ആളുകൾക്കും അറിഞ്ഞുകൂടാ. നാളെ വിചാരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ ഷെങ്കൻ അല്ലെങ്കിൽ നാറ്റോ യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ കൊന്നു കളയുന്ന കാശായിരിക്കും എന്നാണ്. അങ്ങനെ ഇല്ല എന്നുള്ളതും ഇപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അത് വളരെ ഊർജ്ജസ്വലമായി ഓപ്പൺ ആക്കി എന്നുള്ളതും മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഇന്ത്യക്കാരുടെ സർവീസ് ഇപ്പോൾ പ്രധാനപ്പെട്ട സർവീസായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ അത് മിടുക്കന്മാരായിരിക്കും, മിടുക്കികളായിരിക്കും ഇന്ത്യയിൽ നിന്ന് വരുന്ന കുട്ടികൾ. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ തന്നെ പഠിച്ചാലോ, അതിന് ഇവർക്ക് ഇരട്ടിയായിട്ടുള്ള സ്വീകാര്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും ഈ യൂണിവേഴ്സിറ്റി നമ്മുടെ കുട്ടികൾ കൊടുക്കുമ്പോൾ എൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ തുടക്കം എൻ്റെ ഒരു വളരെ പേഴ്സണലായിട്ടുള്ള ഫ്രണ്ടിൻ്റെ മകൻ അവിടെ പഠിക്കാൻ പോവുകയും വളരെ നേരത്തെ പോയ ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് അവിടെ ഇപ്പോൾ ഇതിൻ്റെ ആൾക്കാരെ സഹായിക്കാൻ, ഒരാളെ സഹായിക്കാൻ വേണ്ടി ഡോക്യുമെന്റ് ശരിയായി കൊടുക്കാൻ വേണ്ടി അറ്റസ്റ്റേഷന് വേണ്ടി ഒക്കെ സഹകരിച്ച് നിൽക്കുകയുമാണ്. അല്ല, ഈ ഡോക്യുമെന്റിന്റെ കാര്യം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആയിരിക്കും ഇവർ ചോദിക്കുന്നത്? ഡോക്യുമെന്റ് 10ാം ക്ലാസ് മുതലുള്ള സർട്ടിഫിക്കറ്റ് വേണം, 12ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വേണം, ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, ഒരുപാട് അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ട പാസ്പോർട്ട് കോപ്പി, ഇങ്ങനെയുള്ളതെല്ലാം UAE പഠിക്കുന്നതാണെങ്കിൽ എമിറേറ്റ്സ് ID കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം. ഇതെല്ലാം കൊടുത്തിട്ട് ആദ്യം ഇനിഷ്യൽ അപ്രൂവലിന് വേണ്ടി കൊടുത്തിട്ട് പിന്നെ വിസ നടപടികൾ, പിന്നെ എൻട്രൻസ് എക്സാം, ഇതൊക്കെ ഒരുപാട് പ്രൊസീജിയറുണ്ട്. അവിടുത്തെ മിനിസ്ട്രിയുടെ അറ്റസ്റ്റേഷൻ വേണം, ഇന്ത്യയിൽ നിന്നുള്ള അറ്റസ്റ്റേഷൻ വേണം, പലതരത്തിലുള്ള NOCകൾ വേണം. ഇതൊക്കെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ തന്നെ ഒരു ഏജൻസി, അങ്ങനെ വലിയ കനപ്പെട്ട ഏജൻസി ഫീസൊന്നുമില്ല, അവരുടെ ചിലവിൻ്റെ കാശ് കൊടുക്കേണ്ടത് നമ്മുടെ മാന്യതയാണ്. അതൊക്കെ ചെയ്തുകൊണ്ട് ശരിയാക്കി കൊടുത്ത് ഒരുപാട് കുട്ടികൾക്കുള്ള വഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇവിടെ MBBS മാത്രമേ ഉള്ളൂ അതോ വേറെ എന്തെങ്കിലും? വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടി, അവർക്ക് ഈ നമ്മുടെ MBBS അവിടെ MBBS എന്നല്ല പറയുന്നത്, അവിടെ ശരിക്കും ഇതിൻ്റെ കോഴ്സിന് പൊതുവെ പറഞ്ഞ MD എന്നാണ്. നമ്മൾ MD എന്ന് പറയുമ്പോൾ നാട്ടിൽ പിന്നെ MBBS കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ തന്നെ മറ്റു പല രാജ്യങ്ങളിലും പോയിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരമുണ്ട്, അവിടെ നിന്ന് കാശ് കിട്ടാനുള്ള സൗകര്യമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അത്രയും ഓതൻറ്റിക് ആയിട്ടുള്ള അംഗീകാരമുള്ള ഒരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി എന്ന രൂപത്തിലാണ് ഈ മലയാളി കുട്ടികൾ അവരുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടും ഇത് കഴിഞ്ഞിട്ട് മറ്റു പല രാജ്യങ്ങളിലും പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ നമ്മളെ അറിയിച്ചിട്ടും ഇതൊന്നും വേണ്ട വിധത്തിൽ അറിയിച്ചില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ ഫീസ് കുറവാണെന്നും പറഞ്ഞ് പോയി കുടുങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വിദ്യാഭ്യാസത്തെ നിങ്ങൾ ഒരു ഉത്തരവാദിത്തമുള്ള മാധ്യമം എന്ന രൂപത്തിൽ പരിചയപ്പെടുത്തണമെന്ന് പറയുന്നത്. അപ്പോൾ ദുബായിൽ തന്നെ ഇവരുടെ പ്രതിനിധികളൊക്കെ ഒരുപാട് ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും കൊണ്ടുപോയിട്ട് അവസരമായി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ചു. അവർ പറഞ്ഞു, ഇങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഈ കുറഞ്ഞ ഫീസിൽ യൂറോപ്യൻ യൂണിയൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കാം. ഒപ്പം ദീപ ചോദിച്ചല്ലോ, ഈ മെഡിക്കൽ വിദ്യാഭ്യാസം എന്ന ഡോക്ടർ എന്നതിനപ്പുറം അവരുടെ ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ്, നിങ്ങൾ നോക്കിയാലും അറിയാം, ഗൂഗിൾ ചെക്ക് ചെയ്താൽ അറിയാം, നഴ്സിംഗ്. ഇതിൻ്റെ സാധ്യത ചെറുതൊന്നുമല്ല. നഴ്സിംഗ് എന്ന് പറയുന്നത് ഇപ്പം വൈഡായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ആണല്ലോ. പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ, ഷെങ്കൻ രാജ്യങ്ങളിൽ, നാറ്റോ രാജ്യങ്ങളിൽ നമ്മുടെ കുട്ടികളെ വേണം. നമ്മൾ ആത്മാർത്ഥമായിട്ട് എവിടെ പോയാലും ജോലി ചെയ്യുമല്ലോ. ഇപ്പോൾ ഗൾഫ് നേരിട്ടത് കണ്ടതാണ്. ഇപ്പോൾ കാനഡയിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, യൂറോപ്യൻ യൂണിയനിലാവട്ടെ, നഴ്സുമാർ ആശുപത്രിയിൽ പോയി നഴ്സുമാരെ നോക്കിയാൽ അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് കേരളത്തിൽ എവിടെ എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് അത്രയും ആൾക്കാരെ കാണുന്നത്. അങ്ങനെയല്ലേ? അപ്പോൾ അതിന് ഇത്രയും 6 വർഷമൊന്നും വേണ്ട, 4 വർഷമാണ് വേണ്ടത്. ഇത്രയും ഫീസും വേണ്ട, ഇതിനേക്കാൾ കുറഞ്ഞ പകുതി ഫീസേ ഉള്ളൂ. പക്ഷേ അവിടെ തന്നെ ജോലി ഗ്യാരണ്ടി എന്ന മട്ടിൽ പോകുന്ന സ്ഥിതിവിശേഷം നഴ്സിങ്ങിനുമുണ്ട്. ഇതൊക്കെ റൈറ്റ് ടൈമാണിപ്പോൾ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് കൊണ്ട് കാര്യങ്ങളൊക്കെ അഡ്മിഷൻ പ്രൊസീജിയർ അവസാനിക്കും. അവിടെ ഒക്ടോബറിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഈ ദുബായ് നിൽക്കുന്ന ഇതിൻ്റെ ആൾ കണക്ട് ചെയ്തു തരും. അദ്ദേഹത്തെ വിളിച്ചിട്ട് ദുബായിൽ ഈവൻ ഞങ്ങളുടെ ഓഫീസിൽ വന്നാലോ എവിടെ ഇരുന്ന് വേണോ നിങ്ങൾക്ക് സംസാരിക്കാം. ആർക്കെങ്കിലും ലോകത്ത് ഇത് ഇങ്ങനെ യൂറോപ്യൻ യൂണിയൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസം ഏറ്റവും കുറഞ്ഞ കാശിന് ഗവൺമെൻറ്റുകളുടെ ഗ്യാരണ്ടിയിലും ഗ്രാൻഡിലും പ്രവർത്തിക്കുന്ന സംവിധാനത്തിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരിലേക്ക് വിവരം എത്തിക്കാൻ വേണ്ടിയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആ നമ്പർ കൊടുത്തിട്ടില്ല, ഒന്ന് പറഞ്ഞു നോക്കാം. ഞാൻ നേരത്തെ അയച്ചു തന്നല്ലോ. നമ്മളെപ്പോഴും കാണുന്ന ആൾക്കാരാണ്, നമ്പർ കാണാപ്പാടം അറിയില്ല. 054-2060-771 2060 ഓർമ്മിച്ചിരിക്കാൻ എളുപ്പമാണ്. 2060 പിന്നെ 771 771 054 ആണ്. അപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചൊന്ന് കണ്ടിട്ട് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു പ്രസ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞല്ലോ ബൾഗേറിയയിൽ, അവരുമായിട്ട് സൂം മീറ്റിംഗ് ചെയ്തിട്ട് എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണം എന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് ചോദിക്കാൻ വന്നത്, അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പ്ലവൻ യൂണിവേഴ്സിറ്റിയുടെ ഇവിടെ നിന്ന് പോയിട്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവിടെ പാരൻസ് ഉണ്ട്. പഠിക്കാൻ വേണ്ടി ഇത് എങ്ങനെ കിട്ടും അഡ്മിഷൻ ചോദിച്ചു വന്നിടത്തുനിന്നാണ് നമ്മൾ ഈ കാര്യം പഠിക്കുന്നത്. അപ്പോൾ ഏതായാലും അഡ്മിഷൻ്റെ സമയമായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ശരിക്കും മനസ്സിലാക്കി അവിടുത്തെ കുട്ടികളോട് നിങ്ങൾ സംസാരിക്കണം. എന്താണ് നിങ്ങളുടെ അവസ്ഥ, അതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ഇപ്പോൾ വേറെ ഒരു രാജ്യത്തെയും ഒരു യൂണിവേഴ്സിറ്റിയും ഞങ്ങൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒന്നും താറടിച്ച് കാണിക്കാൻ വേണ്ടിയല്ല, പക്ഷേ ഇതിൻ്റെ മേന്മ എന്താണ്,
മറ്റുള്ളവർക്ക് ഇല്ലാത്ത കാര്യം എന്താണ്, ഇതൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി ഇനി ഭാവിയിൽ ഇന്ത്യയിലാണ് വന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ത്യൻ കരിക്കുലം എന്താണോ പറയുന്ന ആ സിസ്റ്റം എല്ലാം ചേർന്ന് ലയിച്ചിരിക്കുന്ന സിസ്റ്റമാണ് ബൾഗേറിയയുടേത് എന്ന് മനസ്സിലാക്കണം. 50 വർഷത്തെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്ലവൻ യൂണിവേഴ്സിറ്റി ഗൂഗിൾ ചെക്ക് ചെയ്തിട്ട് ഇദ്ദേഹത്തെ ഈ പ്രതിനിധിയെ വിളിക്കുക. 054 2060 അല്ലേ, പിന്നെ 771 അതിൽ വിളിച്ചിട്ട് സംസാരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല ലോകത്തിന് പറ്റിയ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയ എല്ലാ അറിവോടും കൂടിയ എല്ലാ സൗകര്യങ്ങളിലും പഠിക്കുന്ന എന്നാൽ ഏറ്റവും കുറഞ്ഞ ഫീസിലും പഠിക്കുന്ന യൂറോപ്യൻ യൂണിയൻ്റെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്താവുന്ന ഏത് യൂറോപ്യൻ യൂണിയൻ രാജ്യത്തും അവരുടെ ഭാഷ മാത്രം എക്സ്ട്രാ പഠിച്ചിട്ട് പോയി ജോലി ചെയ്യാൻ എൻട്രൻസ് എക്സാം ഒന്നും ഇല്ലാത്ത ഇപ്പോൾ കുറഞ്ഞ കാശിൽ പഠിക്കാൻ പറ്റുന്ന ഈ സംവിധാനം പ്രയോജനപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഇത് താല്പര്യമുള്ള ആരെങ്കിലും നമ്മുടെ ഗ്രൂപ്പിലോ മറ്റോ ഉണ്ടെങ്കിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുക. ഇത് റൈറ്റ് ടൈമാണ്.